സ്റ്റോറി ടൈം. ഓക്കെ, ഞാൻ ഒരു സ്റ്റോറി പറയാം. സ്റ്റോറി അല്ല, ഒരു ഇൻസിഡൻറ്റ്. ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 4 വർഷം മുമ്പേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഫുൾ പഠിച്ചില്ല, ഇത് കുറച്ച് പഠിച്ചു. പിന്നെ എനിക്ക് പേടിയായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. ഇനി എന്നെക്കൊണ്ട് നടക്കില്ല. എനിക്ക് 2 വീലർ ഓൾറെഡി ഓടിക്കാൻ അറിയാം, പക്ഷെ അത് ഞാൻ കുറേ പ്രാവശ്യം ആക്സിഡൻറ്റൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അതിനുള്ള ധൈര്യം പോയി. അപ്പോൾ ഞാനൊരു വണ്ടി റോട്ടിലേക്ക് ഇറക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ 2 മന്തൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് പുറത്ത് പോകാനൊന്നും വണ്ടിയില്ല. ഉള്ളത് ഹിമാലയനാണ്. ഹിമാലയൻ എനിക്ക് എടുക്കാൻ പറ്റില്ല. 2 വീലർ ഓൾറെഡി എടുക്കാറില്ല. അപ്പം എന്തായാലും കാറ് പഠിക്കണം എന്നുള്ളൊരു ചിന്തയായി. അപ്പോൾ ഞാൻ ഓക്കെ 2 മന്തൊക്കെ കഴിഞ്ഞ് ഓഫീസിലൊക്കെ ജോയിൻ ചെയ്ത സമയത്ത് കാറ് പഠിച്ചു. കാറ് പഠിക്കാൻ പോയി. ജോയിൻ ചെയ്ത സമയത്ത് അവിടെ ഡ്രൈവിംഗ് സ്കൂളിലെ ചെക്കന്മാരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായിട്ട് ഞാനന്ന് വന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും ഇനി പഠിക്കാൻ പോകുന്നില്ല എന്നൊക്കെ തീരുമാനമെടുത്തു. അതിൻ്റെ പിറ്റേ ദിവസമാണ് എനിക്ക് കാറ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം കാറ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തായാലും ഇനി പോകുന്നില്ല, ഇനി പിന്നെ പഠിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തെ കച്ചറൊക്കെ ഉണ്ടാക്കി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് എന്തെങ്കിലും ആവട്ടെ, എനിക്ക് എന്തായാലും പുറത്തു പോകാനുള്ള ഒരു ഇതുമില്ല. കാരണം ഇവിടുന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ കുറച്ച് തിരൂരേക്കൊക്കെ പോകണമെങ്കിൽ വണ്ടി അത്യാവശ്യം. അപ്പോൾ ഞാൻ എന്ത് വണ്ടി ഓടിക്കാൻ പോയി. അങ്ങനെ വണ്ടി ഓടിക്കാൻ വേണ്ടി പോയി. ഫസ്റ്റ് ദിവസം തന്നെ ഒരു ലേഡിയാണ് ആദ്യം നമ്മൾ പഠിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ബോയിൻ്റെ അടുത്തേക്ക് വിടും, മാഷിൻ്റെ അടുത്തേക്ക്. മാഷ് പിന്നെ പഠിപ്പിക്കും. അങ്ങനെയാണ് സംഭവം. അപ്പം ആദ്യം തന്നെ കാറിൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം റോട്ടിലാണ് ഓടിപ്പിക്കുമ്പോഴേ ഡ്രൈവിംഗ് സ്കൂൾ. അതൊന്നും എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. ഞാൻ വെച്ചാൽ ആദ്യം ഗ്രൗണ്ടിലൊക്കെ ഓടിപ്പിച്ചിട്ടാണ് റോട്ടിലേക്ക് വിടുന്നത്. ഫസ്റ്റ് ദിവസം തന്നെ ഓടിച്ചോ എന്നറിയാറ്. അപ്പം അവരെടുത്ത് ഇപ്പുറത്തെ സ്റ്റിയറിങ്ങും സ്റ്റിയറിങ്ങും ക്ലച്ചും ബ്രേക്കും ഒക്കെ ഉണ്ട്. അപ്പം അത് മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് കുറച്ച് ധൈര്യമായി. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം അങ്ങനെ ഓടിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നന്നായിട്ട് ഓടിച്ചു. അപ്പം ടീച്ചറോടും നന്നായിട്ട് ഓടിക്കുന്നതാണ്. അങ്ങനെ യൂഷ്വലി എല്ലാവരും ഒരു 10 days 15 days കഴിഞ്ഞിട്ടാണ് സാറിൻ്റെ അടുത്തേക്ക് പോകാറ്. അപ്പം ഞാൻ വിത്തിൻ 10 days കൊണ്ട് നന്നായി പഠിച്ചു. അപ്പോൾ എന്നോട് സാറിൻ്റെ അടുത്തേക്ക് നീ പോയിക്കോറാം. ആ സാറിൻ്റെ അടുത്ത് പോയിട്ട് എങ്ങനെയായിട്ടും എനിക്ക് ആ സ്റ്റിയറിങ് ഇങ്ങനെ തിരിക്കാൻ പറ്റുന്നില്ല. സ്റ്റിയറിങ് വെച്ചിട്ട് ഇങ്ങനെ തിരിക്കുന്നതിൽ ഭയങ്കര ഫ്ലോപ്പായിരുന്നു ഞാൻ. അപ്പോൾ പെട്ടെന്നൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഇതാണ് ജംഗ്ഷനാണ്, അവിടെ തിരിക്കണമെങ്കിൽ ഒരു കൺഫ്യൂഷനായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസമൊക്കെ പ്രാക്ടീസ് ചെയ്തു. പിന്നെ ഭയങ്കര മറവിയാണ് എനിക്ക്. അപ്പോൾ ഞാൻ ഇൻഡിക്കേറ്ററുടെ കളറൊക്കെ മറന്നു, അങ്ങോട്ടേക്കുള്ള ഇങ്ങോട്ടേക്ക് ഇടും, അങ്ങനത്തെ ഒരു ഡയറക്ഷൻ്റെ കൺഫ്യൂഷനും എനിക്കുണ്ട്. അപ്പോൾ ഞാനതും ഏകദേശം ഒന്ന് കുറച്ച് റെഡിയാക്കി ടെസ്റ്റിൻ്റെ ടെസ്റ്റിന് പോയി പോയ ദിവസം എന്തോ ഒരു ഭാഗ്യം കൊണ്ട് എനിക്ക് കിട്ടിയ റോഡ് നല്ല റോഡ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ബെറ്ററായിട്ട് ഓടിച്ചു. എനിക്ക് കിട്ടി, ലൈസൻസ് കിട്ടി. കുറച്ച് ബെറ്ററായിട്ട് ഓടിച്ചെന്ന് എനിക്ക് തോന്നി. ലൈസൻസ് കിട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ലൈസൻസ് കിട്ടി കഴിഞ്ഞ സമയത്ത് ഞാനിങ്ങനെ എല്ലാവരോടും പറഞ്ഞു എനിക്ക് ലൈസൻസ് കിട്ടിയേ, ഞാൻ ഓടിക്കുന്നുണ്ട്. അപ്പം ഒന്നും ആർക്കും വിശ്വാസമില്ലായിരുന്നു. അങ്ങനെ കാറെടുത്ത സമയത്ത് എൻ്റെ ഫ്രണ്ട് വന്നു. ആദ്യമായിട്ട് കാറെടുത്ത് ഞങ്ങൾ ഡ്രൈവിംഗ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മധുരയ്ക്ക് പോകുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് വന്നു, ബെസ്റ്റ് ഫ്രണ്ട് ശിശു വന്നിട്ട് പറഞ്ഞു ഞാൻ ഡ്രൈവൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ ശരിക്കും ഞെട്ടി, നീ ഇത്ര ഓടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല, നീ വെറുതെ ഫോട്ടോസും വീഡിയോസും ഇടുകയാണ്, നീ ഇങ്ങനെ ഓടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോഴാണ് എനിക്കൊരു ഇത് വന്നത്, ഞാൻ ഓടിക്കുന്നുണ്ടല്ലോ അല്ലേ, ആ ഒരു സാധനം വന്നിട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ അപ്പോട്ടൻ പോയി. പിന്നെ ഞാൻ വണ്ടി എന്തായാലും ഒറ്റയ്ക്ക് എടുക്കണം. അന്ന് ആദ്യമായിട്ട് ഞാൻ വണ്ടി ഒറ്റയ്ക്ക് എടുക്കുന്നത് അപ്പോട്ടനെ കൊണ്ടാക്കാൻ വേണ്ടി പോകുമ്പോൾ, എയർപോർട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അന്ന് അപ്പോട്ടനോട് കൊണ്ടാക്കി, ആരും എൻ്റെ കൂടെ വരണം, ഞാൻ തിരിച്ച് വരാം, ഒറ്റയ്ക്ക് വരാം എന്നുള്ള രീതിയിൽ ഞാൻ വണ്ടി എടുത്ത് ഞങ്ങൾ പോയി. അവിടെ നിന്ന് തിരിച്ച് കുറച്ച് കരിപ്പൂർ എയർപോർട്ടിലേക്ക് പോകുന്ന റോഡ് കുറച്ച് ഒരു വളഞ്ഞു തിരിഞ്ഞ റോഡാണ്. അതൊക്കെ ഞാൻ ഓവർകം ചെയ്ത് വന്നു. അങ്ങനെ അത് കഴിഞ്ഞു ഞാൻ ഡെയിലി ഓഫീസിലേക്ക് വണ്ടി എടുക്കാൻ തുടങ്ങി. പാർക്കിംഗ് മാത്രം ഭയങ്കര ബുദ്ധിമുട്ട്, ബാക്കിയൊന്നും കുഴപ്പമില്ലാതെ ഓടിക്കും. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു ഈ അടുത്ത് കൊടുങ്ങല്ലൂരൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോയി. അപ്പം ഈ ഒരു കഥേൻ്റെ ഒരു എൻ്റെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുറച്ച് കാലം മുമ്പേ ഇങ്ങനെ വിചാരിക്കും ഈ സാധനം എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, ഇതിനെക്കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവില്ലേ. ആ കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ ആ സ്റ്റെപ്പ് കൊണ്ട് എടുത്ത് വെക്കുമ്പോൾ ഭയങ്കര പ്രശ്നമായിരിക്കും. അതായത് ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് വിചാരിക്കും ഇതെന്തെങ്കിലും കൂടെ പറ്റില്ല ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ. പക്ഷേ ആ 2ാമത്തെ സ്റ്റെപ്പും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഭയങ്കര സിമ്പിളായിരിക്കും, ഈസി ആയിരിക്കും. എന്താ പറയുക, ഭയങ്കര പ്രിട്ടിയായിട്ട് ഇത് പെട്ടെന്ന് ഇങ്ങനെ നടക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ പേടിച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പും നടക്കില്ല, സെക്കൻഡ് സ്റ്റെപ്പ് വരെ ഒന്ന് നിന്ന് നോക്കുക. അപ്പം ഒരു മാജിക് നടക്കുന്ന പോലെ തോന്നും, എല്ലാം ഓക്കെ ആയി വരുന്ന പോലെ തോന്നും. So this is my story.